വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൽമാൻ റുഷ്ദി എഴുതിയിട്ടുള്ള മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന നോവലാണ്. സൽമാൻ റുഷ്ദി ഒരു ഇന്ത്യൻ ബോൺ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് നോവലായിട്ടുള്ള മിഡ് നൈറ്റ് ചിൽഡ്രന് ബുക്കർ പ്രൈസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോർത്ത് നോവലായിട്ടുള്ള ദ സ്ഥാനിക് വേഴ്സസ് ഒരുപാട് ഭീഷണികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ബുക്ക് 20 കൺട്രീസിൽ ബാൻ ചെയ്തിട്ടുണ്ട്. ഈ ബുക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് ഒരുപാട് കൊലകളും ബോംബിങ്സും ഒക്കെ നടത്തിയിട്ടുണ്ട് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സൊക്കെ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം 5 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്, 4 ഡിവോഴ്സ് ആയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഓഥറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമുക്ക് നോവലിൻ്റെ സമ്മറി നോക്കാം. സലീം സിനായാണ് ഈ നോവലിൻ്റെ നറേറ്റർ. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ജനിക്കുന്നത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ കറക്റ്റ് എക്സാക്റ്റ് മൊമെൻറ്റിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടാണ് നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് 31 വയസ്സായിട്ടുണ്ട്. ഇനി കൂടുതൽ ആയുസ്സില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. സലീം തൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് കാശ്മീരിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, അവരെങ്ങനെ വിവാഹം കഴിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിവാഹത്തിന് ശേഷം ഇവർ രണ്ടുപേരും ആഗ്രയിലേക്ക് മാറുന്നു. ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ആദം അസീസ് എന്നാണ്, ഗ്രാൻഡ് മദറിൻ്റെ പേര് നസീം. ഇവർക്ക് 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ടാവുന്നുണ്ട്. ആലിയ, മുംതാസ്, എമറാൾഡ് ആണ് 3 പെൺകുട്ടികൾ. മുസ്തഫ ആൻഡ് ഹനീഫാണ് 2 ആൺകുട്ടികൾ. ആഗ്രയിലേക്ക് മാറിയതിനു ശേഷം ആദം ഒരു ഒപ്റ്റിമിസ്റ്റിക് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള മിയാൻ അബ്ദുള്ളയുടെ ഫോളോവർ ആവുന്നുണ്ട്. മിയാൻ അബ്ദുള്ള ആൻറ്റി പാർട്ടീഷനെതിരെയൊക്കെ ആയിട്ട് നിലനിന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അസാസിൻ ചെയ്യുന്നുണ്ട്. അബ്ദുള്ളയുടെ മരണത്തോടുകൂടെ നാദിർ ഖാൻ എന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിന് മരണഭീഷണി വരുന്നുണ്ട്. ആ സമയത്ത് ആദം അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. തൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ അദ്ദേഹത്തെ ഒളിച്ച് താമസിപ്പിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊന്നും താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെ ബേസ്മെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് നാദിർ ഖാന് മുംതാസിനോട് പ്രണയം തോന്നുന്നുണ്ട്. അങ്ങനെ ഇരുവരും സീക്രട്ടായിട്ട് മാരേജ് ഒക്കെ നടത്തുന്നു. 2 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷവും ആദം കണ്ടെത്തുന്നുണ്ട് തൻ്റെ മകൾ ഇപ്പോഴും സ്റ്റിൽ വേർജിൻ ആണെന്നുള്ള കാര്യമൊക്കെ. മുംതാസിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള എമറാൾഡ് വിവാഹം കഴിക്കുന്നത് മേജർ സുൽഫിക്കറിനാണെന്ന് അറിഞ്ഞ സമയത്ത് നാദിർ ഖാൻ അവരുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. ഇതിനുശേഷം മുംതാസ് അഹമ്മദ് സിനായി എന്നൊരു മെർച്ചന്റിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് അവരുടെ വിവാഹം നടക്കുന്നു. മുംതാസ് തൻ്റെ പേര് ആമിന എന്ന് ചേഞ്ച് ചെയ്തതിനു ശേഷം ഡൽഹിയിലേക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ മാറുന്നുണ്ട്. പിന്നീട് ആമിന പ്രഗ്നൻ്റ് ആകുന്നു. അവളൊരു പ്രോഫസി ടെല്ലറെ കാണുന്നുണ്ട്. ആ പ്രോഫസി ടെല്ലർ പറയുന്നുണ്ട് അവൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി രാജ്യത്തിനേക്കാളിലും കൂടുതലോ കുറവോ വയസ്സായിരിക്കില്ല എന്നുള്ള കാര്യം. അഹമ്മദിന് ഡൽഹിയിൽ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ കത്തിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അവർ ബോംബെയിലേക്ക് മാറുന്നു. അവിടെ നിന്നും ഒരു ഇംഗ്ലീഷ്മാൻ്റെ വില്യം മെത്വോൾഡ് എന്ന ഇംഗ്ലീഷ്മാൻ്റെ എസ്റ്റേറ്റ് വാങ്ങുന്നുണ്ട്. പുതിയൊരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വില്ലി വിൻഗി എന്നൊരു പാവപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ എസ്റ്റേറ്റത്തെ ആളുകളൊക്കെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് വനിത ഓൾസോ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. വനിതയുടെ കുട്ടി ശരിക്കും വില്ലി വിൻഗിയുടേതല്ല, വില്യം മെത്വോൾഡിൻ്റെതാണ്. പിന്നീട് ആമിനയും വനിതയും കൂടി ലേബർ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇരുവരും പ്രസവിക്കുന്നു. അവിടെയും ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഇവരെ കേസ് അറ്റൻഡ് ചെയ്തിരുന്ന നേഴ്സ് കുട്ടികളെ 2 പേരെയും പരസ്പരം മാറ്റുന്നുണ്ട്. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവള് ചിന്തിക്കുന്നത് പാവപ്പെട്ടവൻ്റെ കുട്ടി പണക്കാരൻ്റെ വീട്ടിലും പണക്കാരൻ്റെ കുട്ടി പാവപ്പെട്ടവൻ്റെ വീട്ടിലും വളരട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. ഈ ഒരു ചിന്തയാണ് അവളെ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ കാരണമാക്കിയിട്ടുള്ളത്. പിന്നീട് താൻ ചെയ്തിട്ടുള്ള തെറ്റ് മനസ്സിലാക്കിയിട്ട് അതിലൊരു കുറ്റബോധം തോന്നിയിട്ട് ആമിനക്കൊരു ഹെൽപ്പായിട്ട് സലീമിനൊരു നാനിയായിട്ടൊക്കെ പിന്നെ കൂടെ നിൽക്കുന്നുണ്ട്. സലീം ജനിച്ചിട്ടുണ്ടായിരുന്നത് എക്സാക്റ്റ് ഇൻഡിപെൻഡൻസിൻ്റെ ആ സമയം ആയതുകൊണ്ട് തന്നെ അത് നല്ല ന്യൂസൊക്കെ ആയി മാറുന്നുണ്ട്. അവൻ്റെ ജനനത്തിൽ മാത്രമല്ല അവൻ്റെ ശരീരത്തിൽ ഫിസിക്കലായിട്ടും കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. സലീമിന് വലിയൊരു മൂക്കായിരുന്നു, ഒരു കുക്കുംബർ ലൈക്ക് നോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ വലിയ മൂക്കായിരുന്ന കാരണത്താൽ മറ്റു കുട്ടികളൊക്കെ കളിയാക്കുന്നുണ്ട് സലീമിനെ. പിന്നീട് ആമിനൊരു പണിഷ്മെൻ്റ് കൊടുക്കുന്നുണ്ട് സലീമിന്. ഒരു ദിവസം മുഴുവൻ മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞിട്ടാണ് ആ പണിഷ്മെൻറ്റ്. ആ സമയത്ത് അവന് അവൻ്റെ കഴിവുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആദ്യമായിട്ട് ഒരുപാട് വോയിസുകൾ അവൻ്റെ തലയിൽ കേൾക്കുന്നുണ്ട്. അവന് മനസ്സിലാവുന്നുണ്ട് അവന് ടെലിപ്പതി എന്നുള്ള പവർ കിട്ടിയിട്ടുണ്ട്. അവന് എല്ലാവരുടെ തോട്ടിലേക്കും ഓരോരുത്തരുടെ ചിന്തകളിലേക്കും എൻ്റർ ചെയ്യാനുള്ളൊരു ടെലിപ്പതി പവർ അവന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം സലീമ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സലീമിന് മനസ്സിലാവുന്നുണ്ട് ഈ കറക്റ്റ് എക്സാക്ട് ടൈമിന് ജനിച്ചിട്ടുള്ള ഇൻഡിപെൻഡൻസിൻ്റെ എക്സാക്ട് ടൈമിൽ ജനിച്ചിട്ടുള്ള മറ്റു കുട്ടികളുടെ ചിന്തകളും അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവൻ ജനിച്ചിട്ടുള്ള അതേ സമയത്ത് ജനിച്ചിട്ടുള്ള മറ്റു കുട്ടികൾക്കും ഇങ്ങനത്തെ ഓരോ കഴിവുകളുണ്ടെന്നുള്ള കാര്യവും സലീമ മനസ്സിലാക്കുന്നു.
പിന്നീട് സലീം മനസ്സിലാക്കുന്നുണ്ട് ശിവയും തന്നെയാണ് മാറ്റിയിട്ടുള്ളത്, പരസ്പരം മാറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യം സലീം മനസ്സിലാക്കുന്നു. ശിവയും എക്സാക്ട് ഇൻഡിപെൻഡൻസ് ടൈമിൽ തന്നെ ജനിച്ചതുകൊണ്ട് തന്നെ അവനും മാജിക്കൽ പവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അവന് കിട്ടിയിട്ടുള്ളത് ഒരു പവർഫുൾ നീസാണ്, കോമ്പാക്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നീസാണ് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം സലീമിന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇവൻ്റെ പാരൻസിന് മനസ്സിലാവുന്നുണ്ട്, ബ്ലഡ് ടൈപ്പ് നോക്കിയതുകൊണ്ട് തന്നെ അവർ ഇവരുടെ ബയോളജിക്കൽ സൺ അല്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. നേഴ്സിൻ്റെ പേര് മേരി എന്നാണ്. മേരി കൺഫസ് ചെയ്യുന്നുണ്ട് താൻ ആ കുട്ടികളെ മാറ്റിയിട്ടുള്ള കാര്യമൊക്കെ. ഈ സമയത്ത് അഹമ്മദ് ആൽക്കഹോളിക് ആവുന്നുണ്ട്. അഹമ്മദ് ആമിനോട് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോളാനൊക്കെ പറയുന്നുണ്ട്. അവരങ്ങനെ പാകിസ്ഥാനിലേക്ക് മടങ്ങുന്നു. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. അഹമ്മദിനൊരു ഹാർട്ട് ഫെയിലിയർ വരുന്നു. അതിനാൽ തന്നെ ആമിന തിരിച്ച് ബോംബെയിലേക്ക് തന്നെ വരുന്നുണ്ട്. ഈ സമയത്ത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള വാർ നടക്കുന്നുണ്ട്. ഈ സമയത്ത് സലീമിന് തൻ്റെ മൂക്കുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതിനാൽ തന്നെ സലീം ഒരു സർജറി നടത്തുന്നുണ്ട്. ഈ സർജറിക്ക് ശേഷം അദ്ദേഹത്തിന് ടെലിപ്പതിക് പവേഴ്സ് ഒക്കെ നഷ്ടമാവുന്നുണ്ട്. പകരം വേറൊരു സെൻസ് ഓഫ് സ്മെല്ല്, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സെൻസ് ഓഫ് സ്മെല്ല് കിട്ടുന്നുണ്ട്. ഈ പവർ കൊണ്ട് ഇമോഷനൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയും ചൈനയായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യ തോൽക്കുന്നുണ്ട്. സലീമും എൻ്റയർ ഫാമിലിയും കൂടി പാകിസ്ഥാനിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ള ഒരു അറ്റാക്കിൽ അവൻ്റെ എൻ്റയർ ഫാമിലി മരണപ്പെടുന്നുണ്ട്. അവനും അവൻ്റെ സിസ്റ്ററും മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. ആ അപകടത്തിൽ സലീമിന് തൻ്റെ മെമ്മറിയൊക്കെ നഷ്ടമാവുന്നുണ്ട്. ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട സലീമിനെ പിന്നെ കാണുന്നത് മിലിറ്ററിയിലാണ്. സ്മെല്ലൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കീൻ പവർ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അവനെ ഒരു എക്സലൻറ്റ് ട്രാക്കറായിട്ട് മിലിറ്ററിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സലീമിനൊന്നും ഓർമ്മയില്ല താൻ എങ്ങനെ ഈ മിലിറ്ററിയിൽ ജോയിൻ ചെയ്തെന്നുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ആർമിയിലായതുകൊണ്ട് തന്നെ കുറേ വയലൻസ് അറ്റാക്സ് ഒക്കെ കണ്ടതുകൊണ്ട് തന്നെ മനം മടുത്തിട്ടുണ്ട് സലീമിന്. അവൻ ആർമിയിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന ഒരു കാട്ടിലേക്ക് പോകുന്നുണ്ട്. ആ കാട്ടിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് കുറേ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട്. പേരൊഴിച്ച് ബാക്കിയുള്ള ഓർമ്മകളൊക്കെ കിട്ടുന്നു. അത് സലീം പാർവതി എന്നൊരാളെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവളും ഒരു മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ്. അവൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി ഓർമ്മകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ശേഷം അവൻ ഇന്ത്യയിലേക്ക് പോകുന്നു. പാർവതിക്കും ശിവക്കും തമ്മിലൊരു അഫെയർ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് അധികം കാലം നീണ്ടുപോയിട്ടില്ല. പാർവതി തിരിച്ചു തന്നെ വരുന്നു. ആ സമയം പാർവതി പ്രഗ്നൻ്റ് ആയിരുന്നു. സലീം അവളെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് ഇന്ദിരാഗാന്ധിൻ്റെ റൂള് നടക്കുന്നത്. ഇന്ദിരാഗാന്ധി ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ ക്യാമ്പയിൻ. പാർവതിയുടെ കുട്ടി ജനിച്ചതിന് ശേഷമാണ് ഈ സ്റ്റെറിലൈസേഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടിയുടെ ജനനത്തോടു കൂടി പാർവതി മരിക്കുന്നുണ്ട്. ശിവ സലീമിനെ ക്യാപ്ചർ ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബാക്കി ഒരുപാട് മിഡ് നൈറ്റ് ചിൽഡ്രനും അവിടെ ഉണ്ടായിരുന്നു. അവരെ ഓരോരുത്തരായിട്ട് സ്റ്റെറിലൈസേഷന് വേണ്ടി വിധേയനാക്കുന്നുണ്ട്. അവരുടെ പവേഴ്സൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ആ പ്രൈം മിനിസ്റ്ററിനൊരു ത്രെട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻസിൻ്റെ എല്ലാവരുടെ പവറും റിമൂവ് ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി നെക്സ്റ്റ് ഇലക്ഷനിൽ ഫെയിലായതുകൊണ്ട് തന്നെ എല്ലാ മിഡ് നൈറ്റ് ചിൽഡ്രനെയും വിട്ടയക്കുന്നുണ്ട്. അതിനുശേഷം പാർവതിയുടെ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് സലീം പോകുന്നുണ്ട്. സലീം ആദമിന് പിക്ചർ സിംഗിൻ്റെ കൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ 3 പേരും കൂടി ബോംബെയിലേക്ക് പോകുന്നു. പിക്ചേഴ്സും ഒരു സ്നേക്ക് ചാമറാണ്. സലീം ബോംബെയിൽ നിന്ന് കുറച്ച് ചട്നി കഴിക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് അവൻ്റെ ഉണ്ടാക്കുന്ന അതേ ചട്നിയുടെ ടേസ്റ്റാണ്. അവൻ അന്വേഷിച്ച് പോയ സമയത്ത് അവന് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ ആയിട്ടുള്ള മേരി തന്നെയാണ് ഈ ഫാക്ടറി റൺ എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ മേരിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് പത്മയെ അവൻ ആദ്യമായിട്ട് കാണുന്നത്. ശേഷം സലീം പത്മയെ വിവാഹം കഴിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് സലീമിൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സലീം സ്റ്റോറി പറഞ്ഞ് ഇവിടെ നിർത്താണ്. ഈ സ്റ്റോറി പറയുന്ന അന്ന് 31st ആനിവേഴ്സറി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ സലീം പ്രവചിച്ചതുപോലെ തന്നെ അന്ന് അവന് മരിക്കുന്നുണ്ട്. ഇത്രയാണ് ഈ മിഡ് നൈറ്റ് ചിൽഡ്രൻ്റെ സമ്മറി ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.